നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF-ൽ ഭിന്നതയുണ്ട്. അതായത് CPM ഭരണവിരുദ്ധ വികാരമല്ല എന്ന് പറയുമ്പോൾ CPIയുടെ അഭിപ്രായം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. എന്തായാലും ഇടതുമുന്നണി യോഗം ഇതൊക്കെ ചർച്ച ചെയ്യും. ദേശതലത്തിലേക്ക് വരികയാണെങ്കിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പുമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട ബില്ല് ലോകസഭയിലുണ്ട്. അതോടുകൂടി തന്നെ ആ പദ്ധതിയുടെ ഘടനയും അതുപോലെ പേരൊക്കെ മാറും. രാജ്യാന്തര ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുമ്പോൾ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധി ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ വാർത്തകളുടെയും വിശദാംശങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഇന്ന് LDF യോഗം. ഭിന്നാഭിപ്രായങ്ങളുമായി CPM-ഉം CPI-യും. യോഗത്തിൽ വിശദമായ പരിശോധനയും വിലയിരുത്തലും വേണമെന്ന ആവശ്യം. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബില്ലിന്ന് ലോകസഭയിൽ. തൊഴിലുറപ്പ് പദ്ധതി ഇനി അറിയപ്പെടുക വികസിത് ഭാരത് ജി റാംജി എന്ന പേരിൽ. സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്ന തരത്തിലാണ് ബിൽ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ആക്ഷേപം. സംസ്ഥാനത്ത് SIR ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100%. ഇന്നലെ വരെ പൂർത്തിയാക്കിയത് 99.84%. അർഹരായവർ ഒഴിവാകാതിരിക്കാൻ കൂടുതൽ പരിശോധന. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വിജയ് ദിവസ്. 1971-ലെ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേന വിജയിച്ച ദിനം. പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായും ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയത് ഡിസംബർ 16-ന്. കൊച്ചി മെട്രോ നിർമ്മാണത്തിനിടെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധം. കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്ന് നാട്ടുകാർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ജില്ലാ കളക്ടർ വിളിച്ച യോഗം ഇന്ന്. IFFK-യിൽ പ്രതിസന്ധി തുടരുന്നു. 19 ചിത്രങ്ങൾക്കുള്ള സെൻസർഷിപ്പ് വൈകുന്നു. ഇന്ന് 8 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങാൻ സാധ്യത. പ്രതിസന്ധി തുടരുമ്പോൾ ചലച്ചിത്ര അക്കാദമി ഡയറക്ടർ എവിടെയെന്ന് സംവിധായകൻ ഡോക്ടർ ബിജു. IPL താരലേലം ഇന്ന് അബുദാബിയിൽ. ലേല നടപടികൾ ആരംഭിക്കുക ഇത്തിഹാദ് അരീനയിൽ ഉച്ചയ്ക്ക് 2:30-ന്. വിശദമായി നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണത്തെ ചൊല്ലി CPM-നും CPI-ക്കും വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുമ്പോഴാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ CPI വിമർശനം ഉന്നയിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന വിലയിരുത്തലാണ് CPM. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഇന്നലെ CPM വ്യക്തമാക്കിയത് ഒരു അടിത്തട്ടിലെ ഒരു വോട്ടും CPM-ന് നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM. കണക്കുകൾ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമൊക്കെ. അതേസമയം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് CPI ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുന്നത്. തീർച്ചയായും ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ രണ്ട് പാർട്ടികളും, അതായത് CPM-ന്റെയും CPI-യുടെയും നേതൃയോഗങ്ങൾ വിശദമായി തന്നെ ചേർന്നിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവും ചേർന്നിരുന്നു. ഈ യോഗങ്ങളിലാണ് ഓരോ പാർട്ടിയും അവരവരുടേതായ രീതിയിൽ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് രണ്ട് പാർട്ടികളിലും ഭിന്നാഭിപ്രായമാണ് നിലനിൽക്കുന്നത്. തോൽവിയുടെ കാരണത്തെ ചൊല്ലിയാണ് ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ ഭരണവിരുദ്ധ വികാരമൊന്നും അലയടിച്ചിരുന്നില്ല എന്നാണ് പാർട്ടിക്കുള്ളിൽ ഒരു വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രചാരം ഒക്കെ തന്നെയും സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ജനവിധിയെ ഈ കേരളത്തിൽ വലിയൊരു അലയായി BJP ഉയർന്നേല എന്ന് പറയുന്നു. മാത്രമല്ല
അതിന് പല കാരണങ്ങളാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. പന്തളത്ത് ശബരിമല സ്ഥിതി ചെയ്യുന്ന പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനപ്പുറത്തേക്ക് അമ്പലവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒരിടത്ത് പോലും BJPക്ക് മുന്നേറാനായില്ല. ഇതടക്കമുള്ള നിരവധി വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാട്ടി വ്യക്തമായി തന്നെ ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന പ്രചാരണത്തെ തടയിടുകയാണ് CPM. മാത്രമല്ല, ഈ ജില്ലാ ബ്ലോക്ക് അടിസ്ഥാനത്തിലും ജില്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ട് ശതമാനത്തിന് കൃത്യമായ കണക്കുകൾ നിരത്തി ആ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ CPM ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അതേസമയം മലപ്പുറത്ത് മധ്യകേരളത്തിലൊക്കെ ഒരു തോൽവി ഉണ്ടായിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ പരാജയമൊക്കെയും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് CPM. അങ്ങനെ ഒഴിച്ചാൽ ഈ സ്ഥലങ്ങളിൽ ഒഴിച്ചാൽ കേരളം ഒന്നാകെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് CPM ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ CPI അതേസമയം യോഗം ചേരുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് വിലയിരുത്തുന്നു. ആ യോഗത്തിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഭരണവിരുദ്ധമുണ്ടായി, വിരുദ്ധ തരംഗമാണ് എന്ന ചില സൂചനകളും പുള്ളി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് CPI എക്സിക്യൂട്ടീവ് ചേർന്നപ്പോഴും സംസ്ഥാന സെക്രട്ടറി ചേർന്നപ്പോഴൊക്കെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് വിലയിരുത്തുകയും മാത്രവുമല്ല സംസ്ഥാന സെക്രട്ടറിക്ക് ശേഷം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ മുഖ്യമന്ത്രിക്കെതിരെ വളരെ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിലുണ്ടായത്. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യവും അതോടൊപ്പം തന്നെ ഒറ്റയാൾ പട്ടാളമായി മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പ്രവർത്തന ശൈലിക്ക് നൽകിയ തിരിച്ചടിയാണ് ഈ ജനവിധി എന്ന രീതിയിൽ പോലും CPI എക്സിക്യൂട്ടീവ് മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. അത് പല ഘട്ടങ്ങളിലായി PMC ഉൾപ്പെടെയുള്ള നിലപാടുകളിലെ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയ തീരുമാനം ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് CPI ഈ രീതിയിലൊരു വിമർശനമൊക്കെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ ശബരിമല വിഷയത്തിൽ ഏറെ പ്രതിരോധത്തിലായിരുന്നു സർക്കാർ. എന്നാൽ ശബരിമല വിഷയവും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായില്ല എന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. അതെ, തീർച്ചയായും അമ്പിളി. ശബരിമല സ്വർണ്ണക്കുള്ള ഒരു ഘട്ടത്തിൽ പോലും CPM ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടില്ല എന്നതിന് കാരണമായാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന പന്തളം മുനിസിപ്പാലിറ്റി BJPയുടെ കയ്യിൽ നിന്ന് പോയതുൾപ്പെടെ കണക്ക് പറയുന്നത്. അതായത് CPM ചോദിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ശബരിമല സ്വർണ്ണക്കുള്ള ബാധിച്ചിരുന്നുവെങ്കിൽ അത് BJPക്ക് അനുകൂലമായ തരംഗമായി മാറേണ്ടതല്ലേ എന്ന ചോദ്യം ഉയർത്തിയാണ് അത്തരം വാദങ്ങളേറ്റി തന്നെ CPM പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് CPI ഈ ശബരിമല ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ രണ്ട് വാദങ്ങൾ നിൽക്കുമ്പോഴാണ് ഇന്ന് CPI LDFന്റെ ഇടതു മുന്നണി യോഗം ചേരുന്നത്. പ്രധാന ഘടകകക്ഷിയായ CPI തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയാണ് ശക്തമായ വിമർശനം CPIയുടെ ഉന്നത ബോഡിയിലുണ്ടായിരിക്കുന്നത്. ഉറപ്പായും ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPI ഈ വിമർശനം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ബിനോയ് വിശ്വം പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് യോഗം ചേരുന്നതിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞാണ് ഭരണവിരുദ്ധത ഉണ്ടായിട്ടുണ്ട്, തിരുത്തേണ്ടടുത്ത് തിരുത്തുമെന്ന്. അത്തരം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന CPI, മറുഭാഗത്ത് CPM ആകട്ടെ അങ്ങനെ ഒരു തരംഗമോ വിരുദ്ധതയോ ഉണ്ടായിട്ടില്ല. അതേസമയം തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും, പിഴവുകൾ തിരുത്തി തന്നെ മുന്നോട്ട് പോകും, അതിനായി ജില്ലാടിസ്ഥാനത്ത് യോഗങ്ങളൊക്കെ ചേരുമെന്നൊക്കെ ഈ രണ്ട് പാർട്ടികളും പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഭരണവിരുദ്ധതയുടെ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ കനത്ത പരാജയത്തിന്റെ അടിസ്ഥാന കാരണം എന്നതിൽ രണ്ട് പാർട്ടിയും ഭിന്ന അഭിപ്രായം നിലനിൽക്കുമ്പോൾ ഇടതു മുന്നണി യോഗത്തിൽ എങ്ങനെ തിരുത്തി മുന്നോട്ട് പോകാം? മുന്നണി ചേരുമ്പോൾ ഘടകകക്ഷികളുടെ അഭിപ്രായം, അതിൽ ഏറ്റവും പ്രധാന കക്ഷിയായ CPMന്റെ അഭിപ്രായങ്ങൾ വിയോജിച്ചു നിൽക്കുമ്പോൾ എങ്ങനെ മുന്നണി ഒറ്റക്കെട്ടായി ഇതിനകത്ത് കാരണം കണ്ടെത്തി അടിസ്ഥാന വോട്ടുകൾ എവിടെയാണ് ചോർച്ചയുണ്ടായത്, ഇതിലൊരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാൻ മുന്നണിക്ക് കഴിയുമോ എന്നൊരു ചോദ്യമാണ്. എന്തായാലും ഇന്ന് ചേരുന്ന ഈ മുന്നണി യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒരു അഭിപ്രായ സമന്വയത്തിലെത്തി ഇതിനകത്ത് കൃത്യത എവിടെയാണ് വീഴ്ചകൾ പറ്റി, തിരുത്തലുകൾ എവിടെയാണ് വരുത്തേണ്ടത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ഒരു വിമർശനം CPIയുടെ ഭാഗത്തു നിന്ന് ഇന്ന് മുന്നണി യോഗത്തിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം CPIയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടായതുപോലെ ഒരു കടുത്ത വിമർശനമൊക്കെ ഇന്ന് മുന്നണി യോഗത്തിൽ, കാരണം മുന്നണിയിൽ CPIയെ പ്രതിനിധീകരിച്ച് 3 നേതാക്കന്മാരാണ് പങ്കെടുക്കുന്നതെന്ന് നമുക്കറിയാം. ബിനോയ് വിശ്വവും ഒപ്പം തന്നെയും K രാജൻ അടക്കമുള്ള 3 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള വിമർശനം മുന്നണി യോഗത്തിൽ നേരിട്ടുണ്ടാകുമോ, ഇതടക്കം നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ചേരുന്ന ഇടതു മുന്നണി യോഗം ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് അമ്പിളി.
ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണത്തെ ചൊല്ലി CPM-ലും CPI-യിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം നിലനിൽക്കുമ്പോഴാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിക്കെതിരെ CPM ഇന്നലെ അവരുടെ നേതൃയോഗത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ആ വിമർശനം ഇന്ന് ഇടതുമുന്നണിയിൽ ഉന്നയിക്കുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന വിലയിരുത്തലാണ് CPM. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൻഫിലി ഡിസൂസ. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത് ഭാരത് ജി റാംജി എന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ഇനി അറിയപ്പെടുക. ഇതിലൂടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കും. അതേസമയം സംസ്ഥാന സർക്കാരിന് കൂടി ബാധ്യതയുണ്ടാകുന്ന തരത്തിലാണ് ബില്ല് വിഭാവനം ചെയ്തിരിക്കുന്നത്. വേതനത്തിന്റെ 40% സംസ്ഥാനം വഹിക്കണം. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതിനോടകം തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമർശനം വന്നു കഴിഞ്ഞു. ഇന്ന് ബില്ല് ലോക്സഭയിലുണ്ട്. 125 ദിവസം കിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. പക്ഷേ 40% സംസ്ഥാന സർക്കാർ വഹിക്കണം. പദ്ധതിയുടെ ഘടനയും പേരും ഒക്കെ മാറുമ്പോൾ എങ്ങനെയായിരിക്കും? ഗുഡ് മോർണിംഗ്. നിലവിലുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് 4 ഘട്ടങ്ങളായി 4 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് പുതിയ ബില്ല് വരുന്നത്. അതിൽ തന്നെ ജലസേചനമുണ്ട്, ഒപ്പം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് ഉപജീവന മാർഗങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമത്തിലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ, ഈ തരത്തിൽ ക്രമീകരിച്ചുകൊണ്ടാണ് പുതിയ ബില്ല് വരുന്നത്. അതായത് ഒറ്റ പദ്ധതി എന്നുള്ളത് 4ആയി വിഭാവനം ചെയ്യുകയാണ് ചെയ്തത്. അതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ഓരോ മേഖലയിലെയും തൊഴിൽ ക്രമീകരിക്കുകയും ഇത്തരത്തിലുള്ള തൊഴിലാളികളെ ഒരു പദ്ധതിക്ക് കീഴിൽ മാത്രമായി ഒതുക്കാതെ അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത് പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിലൊരു പേരിലേക്ക് വരുമ്പോൾ ആ പേരിൽ റാം ഉള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ പേരുകളെല്ലാം തന്നെ ചുരുക്കപ്പേരുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് വികസിത ഭാരതം എന്ന് പറഞ്ഞാൽ 2047 കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനുദ്ദേശിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് നൈപുണ്യ വികസനം കൂടുതലായി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇതിലൊരു പ്രധാന ആക്ഷേപം എന്ന പേരിനപ്പുറത്തേക്ക് ഇതിന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ടല്ലാത്ത എല്ലാ തൊഴിലുകളുടെയും കൂലി വേതനം നൽകിക്കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നുള്ളതാണ്. 100% പണം അങ്ങനെ തന്നെയായിരുന്നു. അതിലാകെ കേന്ദ്ര സർക്കാരിന് ബാധ്യതയായി വന്നിരുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നു. 60% തുക കേന്ദ്രവും 40% തുക സംസ്ഥാന സർക്കാർ വഹിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് 100% വഹിക്കുന്നത്. മറ്റു ചില മേഖലകളിലേക്ക് വരുമ്പോൾ 10% മാത്രം അതിനകത്ത് സംസ്ഥാനങ്ങൾ വഹിച്ചാൽ മതിയാകും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അതായത് ഈ പദ്ധതിയുടെ തുക കേന്ദ്ര സർക്കാർ വകയിരുത്തുന്ന തുക വെട്ടിക്കുറയ്ക്കുകയാണ് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ബാക്കിയെല്ലാം സംസ്ഥാനങ്ങളുടെ ചുമലിലേക്ക് വരും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഈ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളത് സാധാരണയായി എല്ലാവരും കഴിഞ്ഞ കുറേ കാലമായി ആവശ്യപ്പെടുന്നതാണ്. 100-ൽ നിന്ന് 125-ഓ 150-ഓ ആക്കണം എന്നുള്ളതായിരുന്നു. അതിപ്പോൾ 125 ആക്കാൻ തീരുമാനമായിരിക്കുന്നു ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ അപ്പോൾ അതിന്റെ അധിക ബാധ്യത വരുന്നത് സംസ്ഥാനങ്ങളിലേക്കാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല 15 ദിവസത്തിനുള്ളിൽ ഈ ജോലി ചെയ്ത 15 ദിവസത്തിനുള്ളിൽ തന്നെ ഈ തുക കൈമാറാൻ കഴിയണം. അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ തൊഴിൽ രഹിത വേതനം കൂടി നൽകണം എന്നുള്ള ഉറപ്പാക്കണം എന്നുള്ള വ്യവസ്ഥ കൂടി ഈ ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഓരോ മേഖലയ്ക്കും അതിനായി കൃത്യമായി ബ്ലോക്ക് തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണം ഉണ്ടാകണം. കൃത്യമായി യോഗങ്ങൾ ചേർന്ന് അതിൽ കൃത്യമായി എല്ലാവരും പങ്കെടുക്കുകയും അത് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യണം. അങ്ങനെ നിരവധിയായ നിർദ്ദേശങ്ങൾ. ഒരുപക്ഷെ ഈ പദ്ധതി കുറെ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകാനുള്ള കുറെ നിർദ്ദേശങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിൻ്റെ അകത്ത് ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തികമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. മാത്രമല്ല ഈ പദ്ധതികളുടെ പേര് വരുന്നത് ഏത് തരത്തിലാണ് ന്യായീകരിക്കുക എന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. കാരണം ഗാന്ധിജിയോടുള്ള അല്ലെങ്കിൽ ബാപ്പുജി അങ്ങനെ ആ പേരുകളിലേക്കൊക്കെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ വന്നിരുന്നെങ്കിൽ പിന്നീടാണ് ജി റാംജി എന്ന പേരിലേക്ക് വരുന്നത്. ഈ BB ജി റാംജി എന്നുള്ളതാണ്. അതായത് വികസിത ഭാരത് എന്നുകൂടി അതിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് സമാനമായ രീതിയിൽ തന്നെ വിമർശനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇന്ന് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഏത് തരത്തിലാണ് പ്രതിപക്ഷം ഇതിനെ നോക്കിക്കാണുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ പ്രതിപക്ഷം അതിശക്തമായ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട വരികയും ഒക്കെ ചെയ്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഈ പേരിന്റെ കാര്യത്തിൽ നേരത്തെ
സൂചിപ്പിച്ച പോലെ പേരിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും 4 മേഖലകളായി തിരിക്കുന്നത് സ്വാഭാവികമായും ആ മേഖലകളിൽ എത്രത്തോളം നൈപുണ്യമുള്ള ആൾക്കാരെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി കൃത്യമായി പണം വലിയ തരത്തിൽ വകമാറ്റി ചിലവഴിക്കാതെ കൃത്യമായി സാധാരണ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അവർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് നേരത്തെ ആ ബില്ലിൽ തന്നെ പറയുന്നത്. തൊഴിൽ സുരക്ഷിതത്വമുണ്ട്, ഒപ്പം തന്നെ ഉപജീവന മാർഗങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതൊരു നിർണായക ഘട്ടം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് കുറെ കൂടി അവരുടെ ജീവിത നിലവാരം ഉയർത്താനും വികസിത ഭാരതത്തിനായി മുന്നോട്ട് വരാനൊക്കെ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. അതേസമയം തന്നെ നിലവിലുള്ള പദ്ധതികളെ അട്ടിമറിക്കുകയും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഭാരമുണ്ടാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അവർ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന വിമർശനം സംസ്ഥാനങ്ങളും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്പിളി, ശരി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത് ഭാരത് ജി റാംജി എന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ഇനി അറിയപ്പെടുക. ഇതിലൂടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും കൂടി സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന ബില്ലിലടക്കം ഇന്ന് ലോക്സഭയിൽ പ്രതിപക്ഷം ഏത് രീതിയിലായിരിക്കും നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. സംസ്ഥാനത്തെ SIR ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100%ത്തിലേക്ക് ഇന്നലെ വരെ പൂർത്തിയാക്കിയത് 99.84%. 25 ലക്ഷത്തിലധികം ഫോമുകൾ ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അർഹരായവർ ഒഴിവാക്കാതിരിക്കാൻ കൂടുതൽ പരിശോധനകൾ നടത്തും. കരട് വോട്ടർ പട്ടിക 23-ന് പ്രസിദ്ധീകരിക്കും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, SIR നടപടി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അർഹരായവരാരെയും ഒഴിവാക്കാൻ പാടില്ല. പക്ഷേ ഇന്നലെയും രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിരുന്നത് ഈ എന്യൂമറേഷൻ ഫോം ഇനിയും തിരിച്ചു നൽകാത്ത ഒട്ടേറെ ഫോമുകളുണ്ട്. അതിലൊക്കെ നടപടികൾ എങ്ങനെയായിരിക്കും? അമ്പിളി, ഏതായാലും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 100% ഉടൻ തന്നെ ഈ ഡിജിറ്റലൈസേഷനൊക്കെ തന്നെ 100% പൂർത്തിയാക്കാനുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നു. പക്ഷേ അപ്പോഴും ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഏകദേശം 25 ലക്ഷം പേരാണ് ഈ പട്ടികയ്ക്ക് പുറത്താകുക. അതായത് മരണപ്പെട്ടവർ, അതുപോലെ തന്നെ താമസം മാറിപ്പോയവർ, ഇരട്ട വോട്ട് തുടങ്ങിയ 5 വിഭാഗങ്ങളിലായാണ് ഇത്രത്തോളം ഈ 25 ലക്ഷത്തോളം പേരെ ഇനിയും കണ്ടെത്താനായിട്ടുള്ളത്. ഇത്രയും പേര് ഈ പട്ടികയ്ക്ക് പുറത്താകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നലത്തെ യോഗത്തിലടക്കം വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ, BJP ഒഴികെയുള്ള പാർട്ടികളൊക്കെ തന്നെ ഉയർത്തിയിരുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് ഏകദേശം 4.5 ലക്ഷത്തോളം പേർ പട്ടികയ്ക്ക് പുറത്താകുക. നിലവിൽ ഏതായാലും 23-ാം തീയതി ഇതിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ജനുവരി 22 വരെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അറിയിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ടുള്ള രത്തൻ യു കേൽക്കർ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അറിയിച്ചിരുന്നതാണ്. അതിനുശേഷം ഫെബ്രുവരി 14-ന് ഇതിന്റെ ഹിയറിംഗ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ അന്തിമ പട്ടികയൊക്കെ തന്നെ ഏതായാലും പ്രസിദ്ധീകരിക്കുക. നിലവിൽ ഏതായാലും ഈ 100%ത്തിലേക്കൊക്കെ തന്നെ അടുക്കാനുള്ള ഒരു സാഹചര്യത്തിൽ 25 ലക്ഷത്തോളം പേർ ഈ പട്ടികയ്ക്ക് പുറത്താകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിൽ ഏതായാലും അതിനുള്ള ഒരു അർഹതപ്പെട്ട ആരെയും തന്നെ ഈ പട്ടികയ്ക്ക് പുറത്താക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഏതായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുള്ള സംവിധാനം, അതായത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ തെളിവുകളൊക്കെ തന്നെ ഹാജരാക്കുകയാണെങ്കിൽ ഇതിന് ഈ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാതിരിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ട് എന്നാണ് നിലവിൽ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത്തരത്തിൽ ഈ പറയുന്ന രേഖകളൊന്നും തന്നെ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഏതായാലും ഒഴിവാകാനുള്ളൊരു സാധ്യതയും നിലവിൽ ഏതായാലും മുന്നിലുണ്ട്. ശരി. സംസ്ഥാനത്തെ SIR ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ 100%ത്തിലേക്ക് എത്തുകയാണ്. ഇന്നലെ വരെ പൂർത്തിയാക്കിയത് 99.84%. അതോടൊപ്പം തന്നെ 25 ലക്ഷത്തിലധികം ഫോമുകൾ ഇതുവരെ തിരിച്ചും കിട്ടിയിട്ടില്ല. അർഹരായവർ ഒഴിവാക്കാതിരിക്കാനുള്ള കൂടുതൽ പരിശോധനകളൊക്കെ ഉണ്ടാകും. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും കരട് വോട്ടർ പട്ടിക 23-ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. പശ്ചിമ ബംഗാളിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ പ്രതിഷേധങ്ങൾക്കിടെയാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. 58 ലക്ഷത്തിലധികം പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. 92.41% ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തതായി കമ്മീഷൻ അറിയിച്ചു. കരട് പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ ജനുവരി 7 വരെ നൽകാനാകും.
8 ലക്ഷം വോട്ടർമാരാണ് നിലവിൽ ബംഗാളിലുള്ളത്. 90,000-ത്തിലധികം BLOമാരാണ് ബംഗാളിൽ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. BLOമാരുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ അടക്കം വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. കൊച്ചി നഗരത്തിലെ മെട്രോ നിർമ്മാണ പ്രവർത്തികൾക്കിടെ വീണ്ടും പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയത് നാട്ടുകാരുടെ വ്യാപക പ്രതിഷേധത്തിനിടയാക്കി. കലൂർ സ്റ്റേഡിയം റോഡിലാണ് മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിങ്ങിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടിയത്. കുടിവെള്ള വിതരണം മുടങ്ങിയതിനാൽ നാട്ടുകാർ റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. തുടർന്ന് ഗതാഗത തടസ്സവുമുണ്ടായി. ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. പാലാരിവട്ടം, തമ്മനം തുടങ്ങിയ ഭാഗങ്ങളിൽ ദിവസങ്ങളായി കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. തിങ്കളാഴ്ച ജലവിതരണം പുനരാരംഭിച്ച് വൈകാതെയാണ് കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൈലിംഗ് ജോലികളെ തുടർന്ന് രാത്രി പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതോടെ റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിവിടുത്തെ ആരുടെ കുഴപ്പമാണ്? ജനങ്ങളുടെ കുഴപ്പമാണോ അതോ നേതൃത്വത്തിന്റെ കുഴപ്പമാണോ അത് പുതിയ ഭരണസമിതി വന്നതിന്റെ കുഴപ്പമാണോ? അത് ആരാധന പറയണം. ആധുനികമായിട്ടുള്ള എല്ലാ മിഷനറികളും ഉണ്ട്, എന്നിട്ട് പോലും ഇവർക്ക് ഈ ഭൂമിയുടെ അടിയിലുള്ള പൈപ്പ് കണ്ടില്ലേ? ഉമാ തോമസ് MLA, കൊച്ചി കോർപ്പറേഷൻ കലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നുള്ള നിയുക്ത കൗൺസിലർ ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരും സ്ഥലത്തെത്തി. നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടർ G. പ്രിയങ്ക സ്ഥലത്തെത്തി വാട്ടർ അതോറിറ്റി KMRL അധികൃതരുമായി പ്രശ്നം ചർച്ച ചെയ്തു. ചൊവ്വാഴ്ച രാവിലെ ബന്ധപ്പെട്ട അധികൃതരുമായി വിശദമായി വിഷയം ചർച്ച ചെയ്യുമെന്നും കുടിവെള്ളം ലഭ്യമാക്കാൻ താൽക്കാലിക സംവിധാനമൊരുക്കുമെന്നും കളക്ടർ അറിയിച്ചു. സോ ആ ലീക്ക് നമ്മളെല്ലാം മെഷർമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. KWA അത് നാളെ വൈകുന്നേരത്തേക്ക് ഇതാവും. അതൊരു ചെറിയ ലീക്കാണ്. ആൻഡ് അതല്ലാത്ത ഇപ്പോൾ രാത്രിയിൽ KWA വിത്ത് മെട്രോ വാട്ടർ സപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചെറിയ ചെറിയ ടാങ്കറുകളിലും വലിയ ടാങ്കറുകളിലും മരടിലിനെ KWAയുടെ വാട്ടർ തന്നെ എടുത്തിട്ട് മെട്രോയുടെ പേയ്മെൻറ്റ് അടിസ്ഥാനത്തിൽ കുറച്ചാണെങ്കിലും കുറച്ച് കൂടുതൽ സ്ഥലത്താണെങ്കിലും വെള്ളം എത്തിക്കുന്നതായിരിക്കും. നാളെ രാവിലെ 9:30-ക്ക് ബഹുമാനപ്പെട്ട MLA, പിന്നെ വാർഡ് കൗൺസിലർ, പിന്നെ KWA ആൻഡ് KSCB, പിന്നെ മറ്റുള്ള ഇതിൽ വി വിൽ എൻഷുർ ദാറ്റ് ഒരു മീറ്റിംഗ് എടുത്തിട്ട്. കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി നഗരത്തിലെ മെട്രോ നിർമ്മാണ പ്രവർത്തികൾക്കിടെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ കളക്ടർ വിളിച്ച യോഗം ഇന്ന് നടക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ കണ്ട പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ നടന്നത്. ഇന്ന് ഈ നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾക്കും അതുപോലെ തന്നെ പരാതികൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകുമോ? നമുക്കറിയാം, ഇത് കേൾക്കുമ്പോൾ ഇതിലൊരു വാട്ടർ അതോറിറ്റിയും ഈ മെട്രോ അധികൃതരും തമ്മിലൊരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഇന്ന് കളക്ടറുടെ യോഗത്തിൽ കാണാൻ കഴിയുമോ? ആമ്പിളി, തീർച്ചയായും കാക്കനാട് ഭാഗത്തേക്കുള്ള മെട്രോ റെയിലിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. മുൻപും പലതവണ ഈ തൂണുകൾക്ക് വേണ്ടിയുള്ള പൈലിംഗ് നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നു. ഇതേ തുടർന്ന് ഈ കൊച്ചി നഗരത്തിലും അതേപോലെ തന്നെ ചേരാനെല്ലൂർ പഞ്ചായത്തിലെ വലിയൊരു പ്രദേശത്തും കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം മുൻപും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഇതേപോലെ തന്നെ പൈലിംഗ് ജോലികൾക്കിടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലെല്ലാം കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. ഇവിടെ 300 mm കാസ്റ്റ് അയൺ പൈപ്പ് വഴിയാണ് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൈപ്പ് ലൈൻ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ ഇത് ജോയിൻ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതിന് ലേത്തിൽ നിന്നും പ്രത്യേകം ജോയിൻ്റർ കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏറെ കാലതാമസം നേരിടും. കാരണം ഇതിൻ്റെ അളവെടുത്ത് കൃത്യമായി എത്ര നീളത്തിലാണ് എത്ര വ്യാസത്തിലാണ് എന്നുള്ളതിൻ്റെ കണക്കെടുത്ത് അളവെടുത്ത് വേണം ഇതിൻ്റെ ജോയിൻ്റർ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇത് ജോയിൻ ചെയ്യാൻ. ഇത് വെള്ളിയാഴ്ച പൊട്ടിയ പൈപ്പ് തിങ്കളാഴ്ച രാവിലെയാണ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇത് കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് ജലവിതരണം വീണ്ടും പമ്പിംഗ് പുനരാരംഭിച്ചത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും ഇവിടെ പൈപ്പ് പൊട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. കലൂർ സ്റ്റേഡിയത്തിന് സമീപമാണ്. മുൻപ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിക്ക് മുമ്പിലാണ് സമീപത്താണ് പൈപ്പ് ലൈൻ പൊട്ടിയിരുന്നതെങ്കിൽ ഇത്തവണ കലൂർ സ്റ്റേഡിയത്തിന് സമീപത്താണ് പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇതേ തുടർന്ന് പമ്പിംഗ് നടക്കുന്ന സമയത്തായിരുന്നതിനാൽ ജലം ശക്തിയായി പുറത്തേക്ക് പ്രവഹിക്കുകയും ഈ സ്റ്റേഡിയത്തിന് സമീപത്ത് റോഡിലായി വലിയ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ചെയ്തു. ഈ 3 ദിവസമായി വെള്ളം കിട്ടാത്തതിനെ
തുടർന്ന് ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. അവർ പല രീതിയിൽ സംഭരിച്ചു വെച്ചിരുന്ന വെള്ളമൊക്കെ തീരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്നാണ് സ്ത്രീകൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇവർ കലൂർ സ്റ്റേഡിയത്തിന് സമീപം റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഉമാ തോമസ് MLAയും പുതുതായി കൊച്ചി കോർപ്പറേഷനിലേക്ക് വിജയിച്ചു വന്ന ജനപ്രതിനിധികൾ അടക്കമുള്ളവരും സ്ഥലത്തെത്തി പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്ന് ഇവർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടർ ആളുകളുമായി സംസാരിക്കുകയും തുടർന്ന് വാട്ടർ അതോറിറ്റിയും അതേപോലെ തന്നെ കൊച്ചി മെട്രോ റെയിൽ അധികൃതരുമായും ഒക്കെ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ന് യോഗം വിളിച്ചു ചേർക്കുമെന്ന് അറിയിച്ചു. അപ്പോഴും ജനങ്ങളുടെ ഒരു പ്രശ്നം, ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങുന്നു. 3 ദിവസമായി വെള്ളമില്ലായിരുന്നു. 4ാം ദിവസം വെള്ളം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വീണ്ടും പൈപ്പ് ലൈൻ പൊട്ടിയത്. ഇത് റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് മാത്രമല്ല, ജനങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, കൊച്ചിയിൽ ഈ നഗരപരിസരത്ത് പലയിടത്തും ശുദ്ധജലം കിട്ടുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ആളുകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അപ്പോൾ അമ്പിളി മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് കൊച്ചി മെട്രോ റെയിലും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെയല്ല. വാട്ടർ അതോറിറ്റി കൃത്യമായി സൂചന നൽകിയിരുന്നു. മുൻപും കൊച്ചി മെട്രോ റെയിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുകൂടെ വലിയ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പൈലിംഗ് ശ്രദ്ധിച്ച് നടത്തിയില്ലെങ്കിൽ ഈ പൈപ്പ് ലൈൻ പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകും, കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് മുൻപ് തന്നെ വാട്ടർ അതോറിറ്റി കൊച്ചി മെട്രോ റെയിൽ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതിൻ്റെ സ്കെച്ചും പ്ലാനും കാര്യങ്ങളെല്ലാം ഇവർ നൽകിയിരുന്നതാണ്. എന്നാൽ ഇത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പൈലിംഗ് ജോലികൾ നടത്തുന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്, ഈ പൈപ്പ് ലൈൻ തുടർച്ചയായി പൊട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ ജനങ്ങൾ ഇന്നലെ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് വലിയ തോതിൽ ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ഇത് യാത്രക്കാർക്ക് അടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതേ തുടർന്നാണ് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തുകയും ജില്ലാ കളക്ടർ നേരിട്ടെത്തി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ, അതായത് കൊച്ചി മെട്രോ റെയിൽ, അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റി, KSEB അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും ഒരു യോഗം വിളിച്ചു ചേർക്കുമെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:30 യോഗം നടക്കും. ഇത് കളക്ടറേറ്റിൽ നടക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇനിയും ഇത്തരത്തിൽ പ്രശ്നം ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ കാര്യം മാധ്യമങ്ങളുമായും ജില്ലാ കളക്ടർ പങ്കുവച്ചു. ഏതായാലും ഇന്ന് രാവിലെ യോഗം നടക്കും. ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം വിശദമായി ചർച്ച ചെയ്യും. ഉമാ തോമസ് അടക്കമുള്ള MLAമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ഒക്കെ ഈ യോഗത്തിൽ ഒരുപക്ഷെ പങ്കെടുത്തേക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും കുടിവെള്ള വിതരണം മുടങ്ങിയ സാഹചര്യത്തിൽ താൽക്കാലികമായി ഇവിടെ കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിന്, ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്നതിന് വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നു. ഇതിന് വേണ്ട തുക കൊച്ചി മെട്രോ റെയിൽ അധികൃതർ ഇതിനു വേണ്ട തുക വകയിരുത്തുമെന്നാണ് നമുക്ക് ഇന്നലെ കളക്ടർ നമ്മളോട് വിവരം പങ്കുവച്ചത്. ഏതായാലും ഒരു താൽക്കാലിക പരിഹാരം ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരമാണെന്ന ജനങ്ങളുടെ ആവശ്യം ഇന്ന് നടക്കുന്ന യോഗത്തോടെ ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമ്പിളി. ശരി, കൊച്ചി നഗരത്തിലെ മെട്രോ നിർമ്മാണ പ്രവർത്തികൾക്കിടെ പ്രധാന ജലവിതരണ പൈപ്പ് പൊട്ടിയ വിഷയത്തിൽ കളക്ടർ വിളിച്ച യോഗം ഇന്ന് നടക്കും. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ കുടിവെള്ളം അടക്കം മുടങ്ങിയ സാഹചര്യത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുമോ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. അതിജീവിതയുടെ പരാതിയിൽ സന്ദീപ് വാര്യരടക്കം 6 പേർക്കെതിരെയാണ് സൈബർ പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പോലീസ് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കാത്തത് കാരണം കഴിഞ്ഞ 2 തവണയും ജാമ്യാപേക്ഷയിൽ വാദം പറയുന്നത് മാറ്റിവെച്ചിരുന്നു. പരാതിക്കാരിയുടെ ചിത്രമോ പേരോ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടില്ലെന്നും പണ്ടുണ്ടായിരുന്ന പോസ്റ്റ് മറ്റാരോ കേസിന് ശേഷം കുത്തിപ്പൊക്കിയതാണ് എന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ സന്ദീപ് വാര്യർ വിശദമാക്കിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിൽ നിന്ന് മേയർ സ്ഥാനാർത്ഥിയുണ്ടാകും. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് മത്സരിക്കില്ലെന്നാണ് വിവരം. LDFന് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിലാണ് UDF മത്സരിക്കാനൊരുങ്ങുന്നത്. വിവരങ്ങളുമായി വിനേഷ് കുമാർ കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. വിനേഷ്, ഏത് രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? പ്രത്യേകിച്ച് ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കില്ല എന്നൊക്കെ പറയുമ്പോൾ
അമ്പിളി, UDF-ന്റെ ഉഭയകക്ഷി ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 14 സീറ്റ് കോൺഗ്രസിനും 14 സീറ്റ് മുസ്ലിം ലീഗിനും എന്നിങ്ങനെ 28 സീറ്റിലാണ് UDF ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയിച്ചത്. എന്നാൽ മുസ്ലിം ലീഗ് തൽക്കാലത്തേക്ക് മേയർ സ്ഥാനത്തേക്കോ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കോ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും അത് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്നലെ യോഗത്തിലും ഇത് സംബന്ധിച്ച് ഉഭയകക്ഷി യോഗത്തിലും ഇന്നും ഈ ഉഭയകക്ഷി യോഗം തുടരും എന്നാണ് അറിയുന്നത്. ഈ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാവും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ആരാണ് സ്ഥാനാർത്ഥി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി ലഭിക്കേണ്ടത്. അത് കോൺഗ്രസ് ഉടൻ തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോവും. അടിയന്തര ഇത് സംബന്ധിച്ചുള്ള കോൺഗ്രസ് DCC യോഗത്തിൽ തീരുമാനിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കേവല ഭൂരിപക്ഷത്തിന് 39 സീറ്റിലെങ്കിലും LDF വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ 35 സീറ്റിൽ ഒതുക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 76 ഡിവിഷനുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. ഇതിൽ 35 LDF-ഉം 28 UDF-ഉം 13 NDA BJP അടങ്ങുന്ന NDA-യുമാണ് വിജയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് UDF ഇങ്ങനൊരു മത്സരത്തിന് തയ്യാറാവുന്നത്. എന്തായാലും നമുക്കറിയാം മറ്റുള്ള അതായത് LDF ഇത് സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെങ്കിൽ UDF-ന് നൽകാം എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പക്ഷേ LDF പറയുന്നു തങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല, അത്തരത്തിലൊരു ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് LDF-ഉം പറയുന്നുണ്ട്. എന്തായാലും UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി എന്തായാലും അത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും അതിന്റെ നീക്കങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലെ ഗ്രാമപഞ്ചായത്തുകളിലും മറ്റും ആരൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും UDF-ന്റെ ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനമാവും. ഇന്നലെയാണ് ചർച്ച ആരംഭിച്ചതെങ്കിൽ ഇന്നും തുടരും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അമ്പിളി, ശരി. കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിൽ നിന്ന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകും. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗ് മത്സരിക്കില്ലെന്നാണ് വിവരം. LDF-ന് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിലാണ് UDF മത്സരിക്കാനൊരുങ്ങുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് SP ദിനേശ്. ഇന്ന് ഡിസംബർ 16 വിജയ് ദിവസ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സേന വിജയിച്ച ദിവസം. ഡിസംബർ 3 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ആരംഭിച്ചത്. അതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷാവസ്ഥ തുടങ്ങിയിരുന്നു. അത് പൂർണ്ണ യുദ്ധത്തിലേക്ക് എത്തിയത് ആ ദിവസമാണെന്ന് മാത്രം. ഡിസംബർ 16 ഔദ്യോഗികമായി യുദ്ധം അവസാനിച്ചു. കേവലം 13 ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധം. പാകിസ്ഥാൻ സൈന്യം പൂർണ്ണമായും ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി. 93,000 സൈനികരാണ് അന്ന് അടിയറവ് പറഞ്ഞത്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ. ഇതോടൊപ്പം ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യത്തിന്റെ പിറവിയും നടന്നു. മറ്റു രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ ഒരു വൻ ശക്തിയായി അടയാളപ്പെടുത്തിയ യുദ്ധം. ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന വഴിത്തിരിവിനിടയാക്കിയ പോരാട്ടം. യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ ഇങ്ങനെ സംഗ്രഹിക്കാം. സംഘർഷത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആ വിരൽ ചൂണ്ടൽ എത്തിച്ചേരുക ആഗ മുഹമ്മദ് യഹിയ ഖാൻ എന്ന പാകിസ്ഥാൻ സൈനിക മേധാവിയിലേക്കാണ്. ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെ 1969 പ്രസിഡന്റ് അയൂബ് ഖാനിൽ നിന്ന് യഹിയ ഖാൻ അധികാരമേറ്റെടുത്തു. പിന്നീട് അങ്ങോട്ട് പട്ടാള ഭരണത്തിന്റെ കാലം. അടുത്ത വർഷം രാജ്യത്തെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. എന്നാൽ അത് പൂർണ്ണമായും അംഗീകരിക്കാൻ ഖാൻ തയ്യാറായില്ല. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള വിജയിയായ ഷെയ്ഖ് മുജീബ് റഹ്മാനിലേക്കുള്ള അധികാര കൈമാറ്റം ഖാൻ തടഞ്ഞു. ഇത് വലിയ ബഹുജന പ്രക്ഷോഭങ്ങളിലേക്കാണ് നയിച്ചത്. മാർച്ച് 25 ബംഗ്ലാദേശീയതയെ അടിച്ചമർത്താനുള്ള ശ്രമത്തിൽ ഖാൻ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റിന് ഉത്തരവിട്ടു. കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളെ വ്യാപകമായി വംശഹത്യ ചെയ്തു. ദശലക്ഷക്കണക്കിന് ബംഗ്ലാ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. മുക്തിബാഹിനി ഗറില്ലകൾ എന്നറിയപ്പെടുന്ന ബംഗ്ലാ പോരാളികളുമായി ഇന്ത്യ കൈകോർത്ത് അവർക്ക് പരിശീലനം നൽകി. ഔപചാരിക യുദ്ധ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ചെറു പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഡിസംബർ 3 ഇന്ത്യയുടെ 11 എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധത്തിന്റെ തുടക്കം. ഡിസംബർ 4 ഇന്ത്യ ഓപ്പറേഷൻ ട്രൈഡന്റ് ആരംഭിച്ചു.
റാം മനേക്ഷായുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാക് പട്ടാളക്കാർ തളർന്നു. ഡിസംബർ 16 കീഴടങ്ങൽ പ്രക്രിയ ആരംഭിച്ചു. അങ്ങനെ 1971 ഡിസംബർ 16 ബംഗ്ലാദേശ് ഒരു പുതിയ രാഷ്ട്രമായി പിറവിയെടുക്കുകയും കിഴക്കൻ ഭാഗങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാവുകയും ചെയ്തു. 1971 യുദ്ധത്തിൽ ഏകദേശം 3900 ഇന്ത്യൻ സൈനികർ രക്തസാക്ഷിത്വം വരിക്കുകയും ഏകദേശം 9851 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് കണക്ക്. വളരെ കൃത്യതയോടെ തന്ത്രപരമായി ഇന്ത്യ നയിച്ച യുദ്ധമായിരുന്നു അത്. നമ്മുടെ കരനാവിക വ്യോമസേനകൾ ആദ്യമായി ഒരുമിച്ചിറങ്ങിയ യുദ്ധം. ഇന്ത്യയുടെ സൈനിക ശക്തിയും നേതൃപാടവവും ലോകത്തിന് മുന്നിൽ വിളിച്ചോതിയ ദിനങ്ങൾ. നീതിയോടുള്ള പ്രതിബദ്ധത, മാനുഷിക മൂല്യങ്ങൾ എന്നിവയും കോർത്തിണക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ കത്തിജ്വലിക്കുന്ന ഒരു അധ്യായം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർക്കും പോരാടുന്നവർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. IFFKയിൽ 19 ചിത്രങ്ങൾക്കുള്ള സെൻസർഷിപ്പ് വൈകുന്നതിൽ ഇന്നും പ്രതിസന്ധി തുടരും. 8 ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങാനാണ് സാധ്യത. സർക്കാരും ചലച്ചിത്ര അക്കാദമിയും ഇളവിനായുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ വിമർശനവുമായി സംവിധായകൻ ഡോക്ടർ ബിജു രംഗത്തെത്തി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ചലച്ചിത്രമേള പുരോഗമിക്കുമ്പോൾ 19 ചിത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഇനിയും കിട്ടിയിട്ടില്ല. ഇന്നത്തെ ഒരു പ്രദർശനത്തെ എങ്ങനെയായിരിക്കും ഇത് ബാധിക്കുക? ഒപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എവിടെ എന്നുള്ളൊരു വിമർശനം ആ മേഖലയിൽ നിന്ന് തന്നെ ഉയരുന്നുമുണ്ട്. അമ്പിളി, ഈ തിരുവനന്തപുരത്തെ ഈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്നും ഈ പ്രദർശനാനുമതി 19ഓളം ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി ലഭിക്കാത്തത് ഇന്നും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം 7 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇത്തരത്തിൽ മുടങ്ങിയത്. ഇന്ന് ഏകദേശം 8 ചിത്രങ്ങളുടെ പ്രദർശനം ഇത്തരത്തിൽ മുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ ചിത്രങ്ങളുടെ 3 പാലസ്തീൻ പാക്കേജിലെ 3 ചിത്രങ്ങളുടെ അടക്കം പ്രദർശനാനുമതിയാണ് നിലവിൽ ഏതായാലും മുടങ്ങുക. ഈ എക്സംഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു അനുമതിയാണ് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ആവശ്യം. ഈ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത അല്ലെങ്കിൽ സെൻസർ അനുമതി ലഭിക്കാത്ത ചിത്രങ്ങൾ ഈ എക്സംഷൻ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടാണ് മേളകളിൽ സാധാരണ പ്രദർശിപ്പിക്കാറുള്ളത്. പക്ഷേ നിലവിൽ ഏതായാലും ഈ സർട്ടിഫിക്കറ്റുകൾ കൂടി ലഭിക്കാതായതോടെയാണ് ഏകദേശം 19ഓളം ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ലഭിക്കാതെ മേളയിൽ ഏതായാലും ഒരു പ്രതിസന്ധി ഏതായാലും ഉടലെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ IFFK വേദികളിലൊക്കെ നടന്നിരുന്നു. ഈ മേള അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CPM ഉൾപ്പെടെ ആരോപണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വേദികളിലൊക്കെ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതേസമയം ഒരു വിമർശനം ഉയർന്നു വരുന്നത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള റസൂൽ പൂക്കുറ്റിക്കെതിരെയാണ്. കാരണം ഈ ചെയർമാൻ ഇതുവരെ ഈ മേളയിൽ എത്തിയിട്ടില്ല. ഒരു അതിഥി പോലെ ഈ മേളയുടെ അവസാന ദിനം എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രധാനമായും വിമർശനമായി ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാന കാര്യം. ഈ സംവിധായകൻ ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഈ ഒരു വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും വലിയ രീതിയിലുള്ള വിമർശനമാണ് CPM-ഉം സംവിധായകനായിട്ടുള്ള ഡോക്ടർ ബിജുവും ഒക്കെ തന്നെ ഉന്നയിക്കുന്നത്. കാരണം ഈ പലസ്തീൻ ചിത്രം എന്ന് പറയുമ്പോൾ പോരാട്ടങ്ങളുടെ വീര്യം പറയുന്ന ചിത്രമാണ്, ആ പോരാട്ടത്തിന്റെ കഥകൾ പറയുന്ന ചിത്രമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും CPM ആരോപിക്കുന്നത്. അതേസമയം ഈ കേന്ദ്രത്തോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെയും വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഡോക്ടർ ബിജു ഏതായാലും ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് റസൂൽ പൂക്കുറ്റി ഇവിടെ IFFK വേദിയിൽ എത്തുമെന്നും സന്ദർശിക്കുമെന്നുമാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ അതിലൊരു ഉറപ്പ് ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉറപ്പ് എത്തിയിട്ടില്ല. എങ്കിലും ഇന്ന് ഇത്തരത്തിലൊരു പ്രതിസന്ധിയൊക്കെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് ഏതായാലും ഈ IFFK വേദിയിൽ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ ആ സമയങ്ങളിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം നൽകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല, ഈ അനുമതി ലഭിച്ചില്ല എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വിശദീകരണം ഏതായാലും ഇന്ന് ലഭിക്കുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷ. പക്ഷേ ഇത്തരത്തിൽ ഈ പ്രദർശന അനുമതി ലഭിക്കാത്ത സാഹചര്യം ഈ IFFKയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. 8ഓളം ചിത്രങ്ങളുടെ പ്രദർശനം ഇന്നും മുടങ്ങാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. ശരി, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്നും പ്രദർശനത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. 8 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇന്ന് മുടങ്ങാൻ സാധ്യത. ഈ 19 ചിത്രങ്ങൾക്കാണ് ഇതുവരെ അനുമതി കിട്ടാത്തത്. അതിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതൊക്കെ നിർണായകമാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. ചലച്ചിത്രമേള എന്നാൽ പുത്തൻ ഫാഷൻ കാലം കൂടിയാണ്. ആരെയും ഭയക്കാതെ, ആരുടെയും തുറിച്ചുനോട്ടമില്ലാതെ സിനിമാ മേള ആസ്വദിക്കാൻ കഴിയുന്ന കാലം കൂടിയാണിത്. യുവതി യുവാക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന 30ാമത് IFFK അതിഗംഭീരമായി തുടരുകയാണ്.
എങ്ങനെയും കടന്നു വരാം. അതാണ് IFFKയുടെ ബ്യൂട്ടി. സിനിമാ പ്രേമത്തിനോടൊപ്പം ഫാഷൻ ട്രെൻഡുകളെ മുറുകെ പിടിക്കുകയാണ് യുവതലമുറ. ഇവിടെ ഒരു മോണോക്രോമാറ്റിക് പാലറ്റ് പിടിച്ചാണ് ഇന്ന്. അപ്പം ഒരു ഷെയ്ഡ്സ് ഓഫ് റെഡ് എന്നുള്ള രീതിയിലാണ് ഒരു മെറൂൺ ജാക്കറ്റും ഒരു ഓറഞ്ച് ടീഷർട്ടും പിന്നെ ഒരു ബേജ് കളറും ഒരു പാൻസും ഇതാക്കിയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അണിഞ്ഞൊരുങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്? അങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല, കുറച്ച് ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ രീതിയിൽ പല ടൈപ്പ് പാലറ്റ് പിടിക്കാൻ തന്നെയാണ്. ഞാനും കുറച്ചും കൂടി ഫാഷനബിളായിട്ട് എപ്പോഴും ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഇവിടെ വരുന്ന സമയത്ത് വ്യത്യസ്തമായ കുറേ അധികം മനുഷ്യരുടെ ഒരു ഒത്തുകൂടൽ കൂടിയാണ് IFFK. അപ്പോൾ അവരെ നമ്മൾ കാണുമ്പോൾ അവരുടെ വസ്ത്രത്തിൽ തന്നെ അതൊരു റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വസ്ത്രധാരണയിലൊക്കെ തന്നെ ഒരു ലിമിറ്റേഷനും വെക്കാതെ നിങ്ങൾക്ക് എന്താണ് ഇടാൻ ആഗ്രഹിക്കുന്നത്, കംഫർട്ടബിൾ ആയിരിക്കുന്ന വസ്ത്രം അത് നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേദി കൂടിയാണ് IFFK. ക്യാമറമാൻ സുനിലിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിങ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. 97,074 ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഡിസംബർ അവസാന വാരത്തോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. കാനനപാതയിലൂടെയും മുൻ വർഷത്തേക്കാളും കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി കിരൺ കുമാറാണ് ചേരുന്നത്. കിരൺ, കൂടുതൽ ഭക്തരെത്തുന്ന ഒരു കാഴ്ചയാണ്, റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വരുന്നത്. രാവിലെ സന്നിധാനത്ത് നിന്നുള്ളൊരു കാഴ്ച എന്താണ്? നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരക്കിനും ചെറിയൊരു കുറവുണ്ടായിരുന്നെങ്കിലും ഇന്നലെ മുതൽ വീണ്ടും തിരക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ശബരിമലയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇന്നലെയും 1 ലക്ഷത്തിനടുത്ത് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയിരുന്നു. 97,074 അയ്യപ്പന്മാരാണ് ഇന്നലെ 18ാം പടി ചവിട്ടി ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലുള്ള കണക്ക്, അതായത് 12 മണി മുതൽ ഉള്ള ഒരു കണക്ക് നോക്കിയാൽ തന്നെ 21,960 അയ്യപ്പന്മാർ 18ാം പടി ചവിട്ടി ദർശനം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നും വലിയൊരു എണ്ണത്തിലേക്ക് അയ്യപ്പന്മാരുടെ ദർശനം നടത്തിയവരുടെ എണ്ണത്തിലേക്ക് വർധനവുണ്ടാവാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതേസമയം തന്നെ ഈ കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിലും വലിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാകുന്നത്. ഇന്നലെ 25 ലക്ഷം അയ്യപ്പന്മാർ ദർശനം നടത്തിയതായിട്ടുള്ള കണക്കുകൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരുന്നു. അത് കഴിഞ്ഞ ശബരിമലയിൽ സന്നിധാനത്ത് രാവിലെയും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ 97,074 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ഡിസംബർ അവസാന വാരത്തോടുകൂടി തിരക്ക് വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. കിരൺ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാനനപാതയിലൂടെയും മുൻവർഷത്തേക്കാൾ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ. ഉച്ചയ്ക്ക് ശേഷം ശബരിമല നട തുറക്കുന്നത് ജയവിജയന്മാരുടെ ശ്രീകോവിൽ നട തുറന്നുവെന്ന ഭക്തിഗാനത്തോടെയാണ്. ശബരിമല അയ്യപ്പൻ എന്ന ആൽബത്തിലേതാണ് ഈ ഗാനം. ഭക്തഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഈ ഗാനം പുറത്തിറക്കിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. ാണ് ദേവസ്വം ബോർഡ് ശബരിമല അയ്യപ്പൻ എന്ന ഭക്തിഗാന ആൽബം പുറത്തിറക്കുന്നത്. കൈപ്പള്ളി കൃഷ്ണപിള്ളയുടെ രചനയിൽ പിറന്ന വരികൾ. സഹോദരങ്ങളും പ്രശസ്ത സംഗീതജ്ഞരുമായ ജയവിജയന്മാരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് നടയടച്ച് മണ്ഡലകാലത്ത് വൈകിട്ട് 3-നും മാസപൂജ സമയത്ത് 5-നും നട തുറക്കുമ്പോൾ സന്നിധാനത്ത് ഈ ഗാനം മുഴങ്ങും. ജനകോടികളുടെ യുഗസാധനയുടെ അസുലഭ നിർവൃതിയുമായി. കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. ഇന്നിപ്പോൾ ഉച്ചകൂടി കേട്ടിട്ടുള്ളൂ. വന്നപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ കേൾക്കുമ്പോൾ മനസ്സിന് നല്ലൊരു കുളിർമയും നല്ല സന്തോഷം തോന്നും. നമ്മൾ ആ സകല ദുഃഖങ്ങളും മറന്നുള്ള നല്ലൊരു അനുഭവമാണ്. ആഭിരാഗത്തിലാണ് ഗാനം ഒരുക്കിയിരിക്കുന്നത്. HMV കമ്പനിയുടെ ഗ്രാമഫോൺ റെക്കോർഡായാണ് ഗാനം പുറത്തിറങ്ങിയത്. ശ്രീകോവിൽ നട തുറന്നുവെന്ന ഗാനം ഭക്തഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ട് അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. ശബരിമല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം പോലെ പ്രശസ്തമാണ് ശ്രീകോവിൽ നട തുറന്നുവെന്ന ഗാനവും. ഭക്തഹൃദയങ്ങളിൽ ഈ അയ്യപ്പ ഭക്തിഗാനം ഇടം പിടിച്ചിട്ട് അരനൂറ്റാണ്ട് പിന്നിടുന്നു. ക്യാമറമാൻ ശശികാന്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. ആഗ്ര നോയിഡ എക്സ്പ്രസ് വേയിൽ അപകടം, 4 പേർ മരിച്ചു. മൂടൽമഞ്ഞ് കാരണം കാഴ്ചദൂര പരിധി കുറഞ്ഞതാണ് അപകടത്തിന് കാരണം. വാഹനങ്ങൾ കൂട്ടിയിടിച്ച്
കത്തുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ? പുലർച്ചെ 4 മണിയോടുകൂടിയാണ് യമുന എക്സ്പ്രസ് വേയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. 7 ബസ്സും 3 കാറുകളുമാണ് കൂട്ടിയിടിച്ചത്. ഇതിൽ തന്നെ വാഹനങ്ങൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 4 പേരാണ് മരിച്ചത്. 25-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ ആരുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മധുര SP വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം തന്നെ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച്, കാരണം വലിയ രീതിയിൽ തീ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ പറഞ്ഞത് ഈ വാഹനങ്ങൾ, അതിൽ തന്നെ ബസ് പൂർണ്ണമായും ആളുകൾ നിറയെ ആളുണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനങ്ങളുടെ വേഗതയൊന്നുമല്ല, വലിയ തരത്തിൽ, അതായത് വലിയ മൂടൽമഞ്ഞാണ് ഡൽഹിയിലും ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ ഇപ്പോഴും ഉള്ളത്. പുകമഞ്ഞ് അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കാഴ്ച ദൂരപരിധി കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യമാണ് പ്രധാനമായി. ഇന്നലെ തന്നെ 1 മീറ്ററിൽ പോലും ദൂരത്തേക്ക് കാണാൻ കഴിയാത്ത അത്രയും പുകമഞ്ഞുണ്ടായിരുന്ന സാഹചര്യം സമാനമായ തന്നെയാണ് യമുന എക്സ്പ്രസ് വേയിലെയും സാഹചര്യം. ഉത്തർപ്രദേശിൽ കുറെ കൂടി പുകമഞ്ഞ് രൂക്ഷമായ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയതാകാം, ഏതെങ്കിലും ഒരു വാഹനം നിർത്തിയതോടെ തന്നെ കൂട്ടയിടിയിലേക്ക് എത്തിയതാകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഏതായാലും തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SP വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് ഈ പുകമഞ്ഞും ഒപ്പം തന്നെ വായു മലിനീകരണം എല്ലാം തന്നെ രൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. 400 മുകളിലാണ് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇപ്പോഴും വായു മലിനീകരണ തോത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുംബൈയിൽ വായു മലിനീകരണം രൂക്ഷമാണെന്ന് പറയുമ്പോൾ അവിടുത്തെ തോത് 145 എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡൽഹിയിൽ ഇത് 400 മുകളിലേക്ക് ഇന്ത്യ ഗേറ്റ്, അക്ഷർധാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിൽക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെയാണ് ഈ പുകമഞ്ഞിന്റെ ഒരു വലിയ തരത്തിലുള്ള വർധനവും കൂടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വിമാനങ്ങൾ വൈകാനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ഡൽഹി വിമാനത്താവള അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതിനോട് യാത്രക്കാർ സഹകരിക്കണം എന്നുകൂടി അവർ വ്യക്തമാക്കിയിട്ട്, ഇന്നലെ മാത്രം 300 വിമാനങ്ങളാണ് വൈകുകയും വിമാന സർവീസുകളാണ് ഈ പുകമഞ്ഞ വലിയ തരത്തിൽ ബാധിച്ചത്. അമ്പിളി, ശരി. ആഗ്ര നോയിഡ എക്സ്പ്രസ് വേയിൽ അപകടം പുലർച്ചെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. മൂടൽമഞ്ഞ് കാരണം കാഴ്ചദൂര പരിധി കുറഞ്ഞതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്. 38 ഗ്രാമപഞ്ചായത്തുകളുള്ള കാസർഗോഡ് ജില്ലയിൽ 5 ഗ്രാമപഞ്ചായത്തുകളിൽ ആര് ഭരിക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടന്ന 5 പഞ്ചായത്തുകളിൽ മുന്നണികൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ഭരണകക്ഷിയെ തീരുമാനിക്കാൻ നറുക്കെടുപ്പ് വേണ്ടിവരും. 38 ഗ്രാമപഞ്ചായത്തുകളുള്ള കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ UDFന് 2 പഞ്ചായത്തുകൾ അധികമായി കിട്ടി. LDFന് 6 പഞ്ചായത്തുകളിൽ ഭരണം നഷ്ടമായി. എന്നാൽ പുല്ലൂർ പെരിയ, ബദിയടുക്ക, ബെളൂർ, ദേലമ്പാടി, പുത്തിക എന്നിവിടങ്ങളിൽ ആര് ഭരിക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ UDFും LDFും 9 സീറ്റുകൾ വീതം നേടിയപ്പോൾ 1 സീറ്റ് BJPക്ക് ലഭിച്ചു. ഭരണത്തിൽ ആർക്കൊപ്പം നിൽക്കണമെന്ന BJP തീരുമാനം നിർണായകമാകും. ഇല്ലെങ്കിൽ ഭരണകക്ഷിയെ തിരഞ്ഞെടുക്കുവാൻ നറുക്കെടുപ്പ് വേണ്ടിവരും. BJP UDF ശക്തി കേന്ദ്രമായ ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ UDFും NDAയും 10 സീറ്റുകൾ വീതം നേടിയപ്പോൾ LDFന് 1 സീറ്റ് ലഭിച്ചു. UDF നേതൃത്വം LDFുമായി നടത്തിയ ചർച്ചയിൽ ബദിയടുക്കയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ടതോടെ ഇവിടെ നറുക്കെടുപ്പ് വേണ്ടിവരുമെന്ന് ഉറപ്പായി. ബെളൂർ ഗ്രാമപഞ്ചായത്തിൽ NDA 6, മറ്റുള്ളവർ 6, LDF 2 എന്നിങ്ങനെയാണ് സീറ്റ് നില. ബെളൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രരായി മത്സരിച്ചവർ LDF പിന്തുണയോടെ ഭരണത്തിലേറാൻ സാധ്യതയുണ്ട്. സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചവരിലേറെയും BJP വിമതരായിരുന്നു. ദേലമ്പാടിയിൽ NDA LDF മുന്നണികൾക്ക് 5 വീതം സീറ്റുകൾ ലഭിച്ചപ്പോൾ UDF 4ഉം മറ്റുള്ളവർ 3 സീറ്റുകളും നേടി. പുത്തികയിൽ LDF 5, UDF 5, NDA 2, മറ്റുള്ളവർ 4 എന്നിങ്ങനെയാണ് സീറ്റ് നില. പുത്തികയിൽ സ്വതന്ത്രർ UDFനെ പിന്തുണക്കുമെന്നാണ് സൂചനകൾ. ശക്തമായ ത്രികോണ മത്സരം നടന്നതിനാൽ മുന്നണികൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ പല പഞ്ചായത്തുകളിലും നറുക്കെടുപ്പ് നടത്തേണ്ടി വരും. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കിയിൽ കുടിയേറ്റക്കാലം മുതൽ കൂട്ടായ്മയുടെ ഉത്സവമായി മാറുന്ന ഒരു വിളവെടുപ്പുണ്ട്. അതാണ് കപ്പവാട്ട്. നിലവിൽ കപ്പകൃഷി വൻതോതിൽ കുറഞ്ഞു. എങ്കിലും കുടിയേറ്റക്കാല കൂട്ടായ്മയുടെ ഓർമ്മയിൽ കപ്പകൃഷിയും വിളവെടുപ്പും കപ്പവാട്ടുമൊക്കെ നിലനിർത്തി മുമ്പോട്ട് പോകുന്ന കർഷകരും ഹൈറേഞ്ചിലുണ്ട്.
കുടിയേറ്റകാലത്തെ പട്ടിണിക്ക് അറുതി വരുത്തുന്നതിനാണ് ഹൈറേഞ്ചിലെ മലമുകളിൽ കർഷകർ കപ്പകൃഷി ആരംഭിച്ചത്. അതുകൊണ്ടുതന്നെ നെൽകൃഷിയോളം പ്രാധാന്യമുണ്ട് കപ്പകൃഷിക്കും. പറിച്ചെടുക്കുന്ന കപ്പ വാട്ടി ഉണങ്ങി സൂക്ഷിക്കും. പഞ്ഞക്കർക്കിടകത്തിലടക്കം ഹൈറേഞ്ചുകാരന്റെ പട്ടിണി അകറ്റുന്നത് ഇതാണ്. ഒരു നാടൊന്നാകെ ഒന്നിച്ചുകൂടി കപ്പ പറിച്ചു കൂട്ടും. സ്ത്രീകളും കുട്ടികളും കപ്പയുടെ തൊലി ചിരണ്ടിയെടുക്കും. കുറച്ചുപേർ കപ്പയരിയും. ഒരേ കനത്തിൽ ഒരേ വലിപ്പത്തിൽ വേണം കപ്പ അരിഞ്ഞെടുക്കാൻ. കാലം മാറിയതോടെ നെൽകൃഷി പോലെ കപ്പകൃഷിയും ഹൈറേഞ്ചിന്റെ പടി കടന്നു തുടങ്ങി. ഇന്ന് അപൂർവം ചിലർ മാത്രമാണ് കൃഷി ഇറക്കുന്നത്. എന്നാലും കപ്പവാട്ട് ആ പഴയ ആവേശം തന്നെയാണെന്ന് ഇപ്പോഴും കൃഷി മുടങ്ങാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി തടത്തിച്ചാലിൽ ബിജു പറയുന്നു. ഇത്തവണ ഈ കർഷകൻ കപ്പ നേരത്തെ പറിച്ച് വാട്ടുന്നതിനും ഒരു കാരണമുണ്ട്. എലിയും പന്നിയും അടക്കമുള്ള ജീവികളുടെ ആക്രമണം. ആഘോഷത്തിന് കപ്പവാട്ട് 50 വർഷം മുമ്പുള്ള ആഘോഷം ഇപ്പോഴും ഉണ്ട്, ഒരു കുറവുമില്ല. അന്നുള്ള മാതിരി തന്നെ ഇന്നിപ്പോൾ അന്ന് കാരണവന്മാരെ കപ്പ വാട്ടിക്കൊണ്ടിരുന്ന മാതിരി ഇന്ന് പിള്ളേർ സെറ്റൊന്നും അങ്ങനെ ഒരു കപ്പവാട്ടും പരിപാടിയായിട്ടൊന്നും ബന്ധപ്പെടുന്നില്ലല്ലോ. അതിനെ കുറിച്ച് കാരണം കൃഷിക്കാർ കുറവല്ലേ, കപ്പപ്പണിയും കുറവ്. എല്ലാവരും കപ്പ മേടിക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ. പുതിയ തലമുറ ജോലി തേടി മലയിറങ്ങിയതോടെയാണ് ഹൈറേഞ്ചിന്റെ ഉത്സവമായ കപ്പവാട്ടും അപൂർവ കാഴ്ചയായി മാറിയത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇനി ഓഹരി വിപണിയുടെ വിലയിരുത്തലാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്നലെ ഇന്ത്യൻ കറൻസി രൂപ റെക്കോർഡ് ഇടിവിലായിരുന്നു. അതൊക്കെ എങ്ങനെയായിരിക്കും ഓഹരി വിപണിയെ ബാധിക്കുക? ഇന്ന് നേരിയ നേട്ടത്തിലാവും വ്യാപാരം തുടങ്ങുക. വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇന്നലെ നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങിയെങ്കിലും വ്യാപാരം അവസാനിക്കുമ്പോൾ മുൻതർ സൂചികയായ നിഫ്റ്റി 26,000 എന്ന പ്രധാന നിലവാരത്തിന് മുകളിൽ തന്നെ വ്യാപാരം അവസാനിപ്പിച്ചു. ഇത് കാണിക്കുന്നത് മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വലിയൊരു വിൽപ്പനയും ചെറുകിട നിക്ഷേപകർ പല മേഖലകളിലും ലാഭമെടുക്കുന്നതുമാണ് ഇപ്പോഴത്തെ വിപണിയെ താഴോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. ആഗോള സാഹചര്യങ്ങളിൽ തൃപ്തികരം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആഗോള വിപണിയിൽ ഒരു നഷ്ടമുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇന്നലെ നേരിയ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലെ കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. എന്നാൽ വിപണിയിലെ ഏറ്റക്കുറച്ചുകളെ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യ വിക്സ് സൂചിക ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നത് വരും ദിവസങ്ങളിലും നിക്ഷേപ താൽപ്പര്യം തുറന്നേക്കും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. എന്തായാലും മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോഴും ഇപ്പോഴത്തെ ഒരു വീഴ്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഇടിവും ഒപ്പം തന്നെ ഇന്ത്യ US വ്യാപാര ബന്ധത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല എന്നതുമാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക. ഈ രണ്ട് ഘടകങ്ങളും അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണി മുന്നോട്ട് നീക്കുന്നതിൽ പ്രധാന ഘടകമായി തീരുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 26,200 എന്നുള്ള നിലവാരമായിരിക്കും ഇനിയൊരു പ്രതിരോധ നിലവാരമായി കാണുന്നത്. ആ ഒരു നിലവാരത്തിലേക്ക് ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. അല്ലെങ്കിൽ 26,000, 26,050 എന്നൊരു നിലവാരമായിരിക്കും മറ്റൊരു പ്രധാന നിലവാരം. 20 ദിവസത്തെ നിഫ്റ്റിയുടെ ശരാശരി നീക്കത്തിൻ്റെ മൂല്യം എന്നുള്ള നിലയ്ക്ക് ആ ഒരു നിലവാരം വളരെ പ്രധാനം തന്നെയാണ്. എന്തായാലും ഇന്ന് നേരിയ നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ദിവസത്തിൻ്റെ രണ്ടാം പകുതിയാവും നിർണായകമാവുക. IPL 2026 സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലം ഇന്ന് അബുദാബി ഇത്തിഹാദ് അരീനയിൽ ഉച്ചയ്ക്ക് 2:30 ലേല നടപടികൾ തുടങ്ങും. ആകെ 359 കളിക്കാരാണ് ലേലപ്പട്ടികയിലുള്ളത്. അതിൽ 246 ഇന്ത്യക്കാരും 113 വിദേശികളുമുണ്ട്. രജിസ്റ്റർ ചെയ്ത 1390 കളിക്കാരിൽ നിന്നാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയത്. 10 ടീമുകൾക്ക് 77 താരങ്ങളെ ലേലം വിളിച്ചെടുക്കാം. ആകെ ചെലവിടാൻ സാധിക്കുന്ന തുക 237 കോടി 55 ലക്ഷം രൂപയാണ്. 64 കോടി 30 ലക്ഷം രൂപ കൈവശമുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ലേലത്തിൽ ആധിപത്യം പുലർത്തുക. 43 കോടി 40 ലക്ഷം രൂപയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനും ഏറെ സാധ്യതകളുണ്ട്. 2 കോടി 75 ലക്ഷം മാത്രം അവശേഷിക്കുന്ന മുംബൈ ഇന്ത്യൻസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറാത്ത കളിക്കാരെ അടിസ്ഥാന വിലയ്ക്ക് ടീമിലെത്തിക്കാൻ ശ്രമിക്കും. ഇതോടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.